ഞാൻ കാസർഗോഡാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ കാസർഗോഡാണ് താമസിക്കുന്നത്. നാളെയും ഞാൻ കാസർഗോഡായിരിക്കും താമസിക്കുന്നത്. മുഴുവൻ മനസ്സിലാക്കുക. 95 മുതൽ ഞാൻ കാസർഗോഡാണ്. ഇപ്പോഴും ഞാൻ എവിടെയാണ്? കാസർഗോഡാണ് താമസിക്കുന്നത്. നാളെയും ഞാൻ എവിടെയായിരിക്കും? കാസർഗോഡായിരിക്കും താമസിക്കുന്നത്. യെസ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. I have been living. Yes. I have been. Okay, correct. Very good. Okay, living in Kasaragod since 1995. Okay, it's a correct sentence. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരുന്നതാണ്, അവിടെയാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിൽ തുടരുമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. യെസ്. അപ്പോൾ an action which started in the past and it continues in the present and it will continue in future. ഭാവിയിൽ അത് തുടരുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കുന്നു, BEN, ബീൻ, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ബീൻ, പിന്നെ വെർബ്, പിന്നെ ing. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2-3 ഉദാഹരണങ്ങൾ പറയാം. I have been living in North Paravoor. They have been using the mobile phone. She has been teaching English. Okay. Hello. Subject has അല്ലെങ്കിൽ have, പിന്നെ been, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. ഇനി നിങ്ങൾ 1-2 വാചകം ഒന്ന് പറഞ്ഞു നോക്കിയേ. സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, ബീൻ വേണം, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing. നേരത്തെ സ്മിത പറഞ്ഞത് കറക്റ്റ് ആണ്. I have been living കാസർഗോഡ് സിൻസ് 1995. സിൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing. യെസ്, പറഞ്ഞോളൂ സ്മിത. സ്വന്തമായിട്ട് I have been studying Smart Shri. Yes, correct. I have been. Okay, correct. Divya Pradeep. Yes. എന്നാ സ്മിത വേറെ വാചകം പറഞ്ഞോളൂ. അത് അവിടെ നിൽക്കട്ടെ. അടുത്തൊരു വാചകം. My auntie has been living in Kozhikode. My auntie has been living in Kozhikode. Correct ആണ്. Yes. Okay. Yes. അപ്പോൾ സബ്ജക്റ്റ് എഴുതി, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, ബീൻ എഴുതി, പിന്നെ വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? ing ചേർത്തു. യെസ്. ഇനി നമുക്ക് വേണ്ടത്, മറ്റവർ രണ്ടുപേരും മാറി അല്ലേ സ്മിത? ഇനി എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞോളൂ. എന്താണ് സ്മിത പറഞ്ഞു?
ഒന്നുമില്ല സാറേ. ഉറക്കം പറയൂ. യെസ്, ഇനി അവരോട് ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവര് ഒഴിവായി പോയത്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഹാവ് ബീന് വെർബ് ഐൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ്. അതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് കൂടി ചേർക്കണം? ഒരു നോട്ട് കൂടി ചേർക്കണം. ഒരു നോട്ട് എന്ന് കൂടി ചേർക്കണം. യെസ്, അപ്പൊ നമുക്ക് അതിനെ പറയാമെന്ന് നോക്കാം. ദേ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ്. ഷീ ഹാസ് നോട്ട് ബീൻ യൂസിങ്. He has not been cutting hair. I have been observing. I have not been observing you. I have not been. ഇപ്പൊ നോട്ട് ചേർക്കണം കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വാചകമായി. ആ നെഗറ്റീവ് വാചകം എന്ന് പറയുമ്പോൾ എവിടെയാണ് അത് നോട്ട് ചേർക്കേണ്ടത്? ഹാവിനും ബീനിനും ഇടയിൽ, ഹാവിന് ശേഷം ബീന് മുമ്പായിട്ട് എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. ഹാവ് നോട്ട് ബീൻ, ഹാവ് നോട്ട് ബീൻ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയുള്ള വാചകങ്ങൾ എന്ന് പറഞ്ഞ് സ്മിത. They has not been working here. They have been not. Have not been working here. They have not been working here. Correct. They have not been working here. Correct. Correct. She has not been cooking. She has not been cooking. Correct. I have not been working. I have not been working. ശരിയാണ്. യെസ്, അപ്പൊ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കും. ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ വാചകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കും. യെസ്, അപ്പൊ ക്വസ്റ്റ്യൻ വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വില്ലെടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. വില്ല് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ, അത് ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം വിൽ യു ഹാവ് ബീൻ, വിൽ യു ഹാവ് ബീൻ, വിൽ യു ഹാവ് ബീൻ വർക്കിംഗ്, will you have been using, will you have been cooking food. will ആദ്യം പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ബീൻ പറയുന്നത്. will you have been. യെസ്, അല്ലെങ്കിൽ will she has been teaching English grammar, അല്ലെങ്കിൽ will he has been. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വാചകങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. Will you have been working? Will you have been working? Correct ആണ്. Will you have been cooking food? Will you have been cooking food? ശരിയാണ്. അവിടെ മയില് വരാറുണ്ടോ? മയിലിന്റെ ഒച്ച കേൾക്കുന്നു. യെസ്, മയിൽ അവിടെ സ്ഥിരം വരുന്നതാണ് അല്ലേ? അതെ അതെ, സ്ഥിരം വരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഈ വേനൽക്കാലം അടുത്തു അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവാണെന്ന് പറയുമ്പോഴാണ് മയിൽ വരിക എന്നാണ് പറയുന്നത്. അതിനാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്റെ ബോഡിക്ക്. യെസ്, മഴക്കാലമാണ് അല്ലെ ഞാൻ പറഞ്ഞത്, പൊതുവെ പറയുന്നത്. യെസ്, ഓക്കെ.
പറഞ്ഞോളൂ. Will you have Would you have been driving car? Okay. Correct ആണ്. Okay. അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ചുമാണ് ഇത്ര നേരം പറഞ്ഞത്. ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്, നമ്മൾ അദ്ദേഹത്തിന് വിളിച്ചു നോക്കട്ടെ. ഫൈസായി. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. എവിടെയാണ് ഫൈസയുടെ വീട്? തൃശ്ശൂര് പാവർത്തി. ക്ലിയർ ആയില്ല സാർ. എന്റെ വീടാണോ, ഇത് സ്ഥലമാണോ? Where are you from? തൃശ്ശൂര് പാവറട്ടി എന്ന സ്ഥലത്താണ്. Thrissur Pavati. Oh, very good. Okay. Faisai, very good. I will come to you. Appa Smita. Okay. Faisai mute ചെയ്തോളൂ. Yes, ഞാൻ വരാം. അപ്പൊ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. സ്മിതയും ഫൈസയും മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാനേ ഒരു മലയാളം വാചകം പറയാം. അപ്പോ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് പറയാൻ പറ്റുമോ നോക്കാം. ഓക്കെ. ഓക്കെ സ്മിത. ഓക്കെ. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ. യെസ്. അപ്പോ സ്മിത കുട്ടികളുമായിട്ട് കടപ്പുറത്തേക്ക് പോവുകയാണ്. സിറ്റുവേഷൻ പറയുന്നു. അപ്പൊ അവരവിടെ ഓടിക്കളിക്കുമ്പോൾ അവരോട് സ്മിത പറയുകയാണ്, ഓട്ടം നിർത്തുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഓട്ടം നിർത്തുക. സ്റ്റോപ്പ് റണ്ണിങ്. ഓക്കെ, കറക്റ്റ് ആൻസർ. കൃത്യമാണ് പറഞ്ഞത്. സ്റ്റോപ്പ് റണ്ണിങ്. കറക്റ്റ് ആണ്. യെസ്. അപ്പൊ അങ്ങനെ സ്മിതയുടെ കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പ്രായമുള്ള സ്ത്രീയുടെ ശരീരത്തിൽ ചെന്ന് ഇടിച്ചു. അപ്പൊ സ്മിതയുടെ കുട്ടിയോട് പറയുകയാണ്, മാപ്പ് പറയൂ. എന്താണ് പറയുന്നത്? മാപ്പ് പറയൂ. ഇംഗ്ലീഷിൽ പറയൂ. Say sorry. Say sorry. It's a correct answer. Correct ആണ്. Say sorry. അതാണ് കറക്റ്റ് കേട്ടോ. Say sorry. കൃത്യമാണ്. ഇനി കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ അതില് ഒരാള് ഇത്തിരി ഉടായ്പ കാണിച്ചു. ആ ഉടായ്പ കാണിച്ച ആളോട് സ്മിത പറയുകയാണ്, വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, സത്യസന്ധത പുലർത്തുക. സത്യസന്ധത പുലർത്തുക. സത്യസന്ധത പുലർത്തുക. തെറ്റാണ് കുഴപ്പമില്ല. ഇഷ്ടമുള്ളത് പറഞ്ഞു. യെസ്. ഫൈസായി. ഓക്കെ. ഞാൻ വരാം സ്മിത. ഫൈസായിക്ക് പറയാമോ? സത്യസന്ധത പുലർത്തുക. സ്മിത പാസ് ചെയ്താണ്. ആരോടെങ്കിലും നമ്മളൊരു വാക്ക് പറയാൻ, സത്യസന്ധത പുലർത്തുക എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഫൈസായി, can you say? Sorry sir, I don't know. Yes. Okay. I will come to you. Okay. അപ്പൊ ഞാൻ വീണ്ടും സ്മിതയിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം സ്മിത ഫൈസായിക്ക് പാസ് ചെയ്തു. ഫൈസായി അത് വീണ്ടും സ്മിതയ്ക്ക് പാസ് ചെയ്തു. അപ്പൊ നമ്മൾ സത്യസന്ധത എന്നുള്ളതിന് ഹോണസ്റ്റ് എന്നല്ലേ? സത്യസന്ധനായിരിക്കുക. ആയിരിക്കുക എന്നുള്ളതിന് ഒരു വേർഡ് ബി ആണ്. ബി ഓണസ്റ്റ്. ഇതാണ്
കറക്റ്റ് വേർഡ് കേട്ടോ. ബി ഓണസ്റ്റ്, ബി ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ബി ഓണസ്റ്റ്, HONEST, ബി ഓണസ്റ്റ്. ഇതാണ് സത്യസന്ധത പുലർത്തുക. ഓക്കെ ഓക്കെ. അപ്പൊ സ്മിത അടുത്തത് കേട്ടോ. ബോറടിക്കണമെന്നില്ല, സിമ്പിൾ. യെസ്, ഓക്കെ. ഇതിപ്പോ നമുക്ക് പറ്റാവുന്ന പോലെ പറയും. ഐ വിൽ ഹെൽപ്പ് യു. അതായത് നിങ്ങള് 3-4-5 പേരും കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്തു. പറഞ്ഞ ദിവസം എല്ലാവരും രാവിലെ 8:30 എത്തണമെന്ന് പറഞ്ഞു. എല്ലാവരും എത്തി, ഒരാൾ ഒഴികെ. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്ന് 9 മണിയായപ്പോ ആ ഒരാൾ വരെയാണ്. അപ്പൊ അദ്ദേഹത്തോട്, ആ വൈകി വന്ന ആളോട് സ്മിത പറയുകയാണ്, ഈ പരിപാടികളൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ പറയാണ് കൃത്യസമയത്ത് എത്തുക. കൃത്യസമയത്ത് എത്തുക. ഇംഗ്ലീഷ് പറയുന്നത് കൃത്യസമയത്ത് എത്തുക, കറക്റ്റ് ടൈം അല്ലേ? അത് കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ ആയിപ്പോയി. ഞാൻ വേറൊരു വേർഡ് ഉണ്ടായില്ല. പൈസൈ, കൃത്യസമയത്ത് എത്തുക. പങ്ക്ച്വാലിറ്റി. അപ്പൊ അത് നമുക്കൊരു വേർഡാണത്. പക്ഷെ കൃത്യത എന്നുള്ള പങ്ക്ച്വാലിറ്റി അതൊരു വേർഡുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യസമയം എന്നുള്ളതിന്, സമയം എന്നുള്ളതിന് ടൈം. ഓക്കെ, പൈസ മ്യൂട്ട് ചെയ്തു. സമയം എന്നുള്ളതിന് ടൈം, കൃത്യസമയം എന്നുള്ളതിന് ഓൺ ടൈം ആണ്. എന്താണ് ഓൺ ടൈം? ഓൺ ടൈം, കറക്റ്റ് സമയം എന്നുള്ളതിന് കൃത്യസമയം, ഓൺ ടൈം. അപ്പൊ ആ കൃത്യസമയം പാലിക്കുക എന്നുള്ളതിന് ബി എന്നാണ്. ബി ഓൺ ടൈം, കൃത്യസമയത്ത് എത്തിച്ചേരുക. അല്ല, ബി ഓൺ ടൈം, ഇതാണ് കറക്റ്റ്. ബി പങ്ക്ച്വൽ എന്ന് കൂടി പറയാൻ വേണമെങ്കിൽ, പൈസ പറഞ്ഞ പോലെ ബി പങ്ക്ച്വൽ പറയാം, അല്ലെങ്കിൽ കീപ് പങ്ക്ച്വാലിറ്റി അത് പറയാം. പക്ഷെ കുറച്ചുകൂടി ഭംഗി പറയുമ്പോൾ ഒരു ലുക്കുള്ളത് ബി ഓൺ ടൈം. ഇപ്പൊ നിങ്ങൾ ഒരാളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു, 9 മണിക്ക് വരാമെന്ന് പറഞ്ഞു. 8:00-ആയി, 8:45-ആയി, 8:50-ആയി, 8:55-ആയി, 8:58-ആയി, എന്നിട്ട് കാണുന്നില്ല. കറക്റ്റ് 9 മണിക്ക് ഇതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഓ, ഓൺ ടൈം ആണെന്ന് പറയും. കറക്റ്റ് സമയം, ഓൺ ടൈം. അപ്പൊ ബി ഓൺ ടൈം. യെസ്. അപ്പൊ ഓക്കെ. അപ്പോ ആ ഒരാളോട് തന്നെ സ്മിത പറയുകയാണ്, അയാളത്തിന് ഉടായ്പാണ്, കറക്റ്റ് സമയത്ത് വരെയില്ല. അയാളോട് പറയുകയാണ് മര്യാദ പാലിക്കുക. മര്യാദ പാലിക്കുക. മര്യാദ പാലിക്കുക. ഞാൻ സ്മിതനോട് ചോദിക്കുമ്പോൾ സായിന്റെ ആലോചിച്ചോട്ടെ മനസ്സില്. കാരണം സ്മിത എങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്യണമെങ്കിൽ സായി പറയണ്ടേ. അതുകൊണ്ട് ആലോചിച്ച് വെച്ചോ. മര്യാദ പാലിക്കുക. യെസ്. എന്ത് പറയുന്നു സ്മിത? പാസ് ചെയ്തേ? പാസ്. പൈസായി. സ്മിത അത് പൈസയ്ക്ക് പാസ് ചെയ്തിട്ടുണ്ട്. മര്യാദ പാലിക്കുക. Please keep discipline. Please keep this Discipline. discipline. Okay.
ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ വയ്യാതെന്നൊക്കെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പൈസായി പറഞ്ഞത് ഇത്തിരിയാണ്ട് നീളം കൂടിപ്പോയി. അപ്പൊ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഒന്ന് ചുരുക്കി വളരെ ഒരു 2 വാക്ക് നമുക്ക് പറയാം. മര്യാദ, മാന്യമായിട്ട് പറയുന്ന പേര് പൊളൈറ്റ്. എന്താണ് പൊളൈറ്റ്? അതിന്റെ തൊട്ട് മുന്നിൽ ബി കൊടുക്കുക. ബി പൊളൈറ്റ്, അതാണ് കറക്റ്റ് ആൻസർ. ബി പൊളൈറ്റ്, POLITE, മര്യാദ പാലിക്കുക. ബി പൊളൈറ്റ്. ഓക്കെ, യെസ്. അടുത്ത വളരെ സിമ്പിൾ ആണ്. സ്മിത ഒരു സ്ഥലത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ്. അവര് കിടന്ന് കലവില് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അവരോട് പറയുന്നതാണ് മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കുക. Silent. കലവില് എന്തോ Keep silent. കീപ് സൈലൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. കീപ് സൈലൻസ് എന്ന് പറയാം. കീപ് ക്വൈറ്റ് എന്ന് പറയാം. കീപ് ക്വൈറ്റ്, കീപ് സൈലൻസ്, അത് ശരിയാണ്. ഓക്കെ 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 ഓക്കെ. കീപ് ക്വൈറ്റ് എന്ന് പറയാം. യെസ്. അടുത്ത വീട്ടിലെ കുറച്ച് കുട്ടികള് സ്മിതയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതിലൊരു പയ്യൻ സ്മിതയുടെ വീട്ടിലിരിക്കുന്ന പ്രത്യേക ഒരു ടോയിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ സ്മിതയ്ക്ക് മനസ്സിലായി ആ പയ്യനെ, ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവനോട് പറയാണ് എടുത്തോളൂ, എടുത്തോളൂ. Take it. Take it. It's a correct answer. Okay, 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 okay. Correct answer. Correct answer. Yes. Okay. ഇപ്പൊ കുറച്ചു നേരമായി ഞാൻ സ്മിതയോട് മാത്രം ചോദിക്കുന്നു. അപ്പൊ പൈസയ്ക്ക് ഒരു വിഷമം ഉണ്ടാവും. കാരണം എല്ലാം മാർക്ക് ചോദിക്കുകയാണ്, സ്മിതയോട് ചോദിക്കണം, എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം ആയിരിക്കുണ്ടാവും, പായ്ക്കുണ്ടാവും. അപ്പൊ പായിനോട് രണ്ടുകൂടെ ചോദിക്കാം. പായ്ക്കിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പാസ് ചെയ്യാം. പാസ് ചെയ്യുന്ന സ്മിത പറയണം. ഓക്കെ, പൈസയും Yes, sir. പറയട്ടെ. Okay. ഓക്കെ. അപ്പൊ വയസ്സായി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളൊക്കെ ആയിട്ട് കടപ്പുറത്ത് പോയിരിക്കുകയാണ്. അവരവിടെ ഓടിക്കളിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഓടിക്കളിക്കണ കണ്ടു കഴിയുമ്പോ, പിടിവിട്ട് പോണ കണ്ടു കഴിഞ്ഞപ്പോ അവരോട് വയസ്സായി പറയാണ് എന്റെ കൈ പിടിക്കുക. Hold my hand. It's a correct answer. Hold my hand. Correct ആണ് കേട്ടോ. സ്മിത മനസ്സിൽ വിചാരിച്ചത് അത് തന്നെയാണ്. യെസ്. ഓക്കെ ഓക്കെ. ഹോൾഡ് ബൈ ഹാൻഡ് ആണ് കറക്റ്റ് കേട്ടോ. കറക്റ്റ് ആണ് സ്മിത. കറക്റ്റ് കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് മകനോ മകളോ വന്ന് പറയണ് അമ്മ കിടക്കൊക്കെ റെഡിയാക്കി താന്ന് പറയണം. അപ്പൊ പറയണം നിനക്ക് അങ്ങനെ റെഡിയാക്കി കൂടെ നമ്മൾ ചോദിക്കൂലേ, വലുതായില്ലേ? അത് നമ്മൾ ഒന്ന് ഇംഗ്ലീഷിൽ പറയണം. നിന്റെ കിടക്ക റെഡിയാക്കുക. നിന്റെ കിടക്ക റെഡിയാക്കുക. പാസ് ചെയ്തോ? Pass it. യെസ്. പാസ് ചെയ്യുന്നത് ചോദിക്കേണ്ട താമസം. പാസ് ചെയ്തു. സ്മിത പറഞ്ഞോളൂ. You arrange your bed. യു അറേഞ്ച് യുവർ ബെഡ് അല്ലെ? ആ അറേഞ്ച് എന്നുള്ളതിന് നമുക്ക് പറയാം മേക്ക് യുവർ ബെഡ്. അതാണ് കറക്റ്റ്. ചെറുതായിരിക്കണം പറയാം. മേക്ക് യുവർ ബെഡ്. ദാറ്റ് മീൻസ് മേക്ക് യുവർ ബെഡ് റെഡി ടു സ്ലീപ്. മേക്ക് യുവർ ബെഡ്. Okay. ഓക്കെ 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 ഓക്കെ. അപ്പൊ വീണ്ടും ഇപ്പോഴത്തെ ഉത്തരം സ്മിതക്ക് പാസ് ചെയ്ത് കിട്ടിയതാണ്. പൈസയിലോട്ട് വരെയാണ്. സിറ്റുവേഷൻ പറയാം. നിങ്ങൾ കുറച്ചു പേര് കൂടി ഒരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ വന്നതാണ്. ഒരു സ്ഥലത്ത് വന്നു, പക്ഷെ സംഗതി നടന്നില്ല. സംഗതി അത് ചീറ്റിപ്പോയി. അപ്പൊ അങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് പൈസയായി അവരോട് പറയാണ് വീണ്ടും എന്ത്? വീണ്ടും എന്ത്? What is next? What is next?
ഓക്കെ, അടുത്തത് എന്ത്? ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്? അത് കറക്റ്റ് ആണ്. പക്ഷെ വീണ്ടും എന്നുള്ളതിന് വാട്ട് അഗെയിൻ എന്ന് പറയാം. വാട്ട് അഗെയിൻ. പൈസ പറഞ്ഞത് അടുത്തത് എന്താണ്? വാട്ട് ഈസ് നെക്സ്റ്റ് കേട്ടോ. വീണ്ടും എന്നുള്ളതിന് വാട്ട് അഗെയിൻ. യെസ്. അപ്പൊ അങ്ങനെ കുറച്ച് പേരൊക്കെ എടുത്ത് അങ്ങനെ അകത്ത് ഇരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്ക് കുട്ടികളാന്ന് വിചാരിച്ചു ഓരോ ഗെയിം കൊടുത്തു. വീടിന്റെ ഓരോ മൂലക്കിലോട്ടൊക്കെ നിങ്ങൾ കുറച്ചുപേര് ആ മൂലയില്, നിങ്ങൾ കുറച്ചുപേര് ഹാളിന്റെ അറ്റത്ത് അങ്ങനെ കൊടുത്തു. കുറച്ച് കുട്ടികളോട് പറയാണ് മുകളിലേക്ക് പോവുക. അത് ഇംഗ്ലീഷിൽ പറഞ്ഞേ, മുകളിലേക്ക് പോവുക. ഒരു മിനിറ്റ്. യെസ്, മുകളിലേക്ക് പോവുക. മുകളിലേക്ക് പോവുക. പൈസയും കിട്ടിയോ? Go to upstairs ആണോ? ഗോ ടു അപ്സ്റ്റെയർ എന്നാണ്. പക്ഷെ ആ ടു ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഗോ അപ്സ്റ്റെയർ. ഗോ അപ്സ്റ്റെയർ കറക്റ്റ് ആൻസർ. ഗോ അപ്സ്റ്റെയർ. യെസ്. അങ്ങനെ കുറച്ചുപേരെ മുകളിലേക്ക് വിട്ടു. അവിടെ ചെന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുന്ന കുട്ടികളോട് പൈസ പറയണം, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. ഇവിടെ നോക്കൂ. Look at me ആണോ? ലുക്ക് അറ്റ് മീ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ചെറിയൊരു ലുക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ മതി. ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ. ലുക്ക് ഹിയർ. യെസ്. അടുത്തത് ഞാൻ രണ്ടുപേരോടും കൂടിയാണ് ചോദിക്കുന്നത്. സ്മിതയോടും പൈസയോടും കൂടിയാണ് രണ്ടുപേരും കൂടിയാണ് ചോദിക്കുന്നത് കേട്ടോ. ചോദ്യം ഇതാണ്. അതായത് നിങ്ങളുടെ ആ സുഹൃത്ത് വലയുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, ഒരു അഡ്വൈസ്. ആ ഉപദേശം ഇതാണ്. അവരോട് എല്ലാവരോടായിട്ട് പറയണം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. 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 ഓക്കെ, സ്മിത കിട്ടിയോ? ശരിയാതൊന്നും അറിയില്ല സാറേ. യെസ്.
ഓക്കെ വയസ്സായി കിട്ടിയോ? Keep your relation friendly. യെസ്, അതെ, കുറച്ച് ലെങ്തി ആയിപ്പോയി. കറക്റ്റ് വേഡ് ടു വേഡ് എന്നുള്ള ആ രീതിയിലാണ് വയസ്സായി പറഞ്ഞു ഒപ്പിച്ചത്. ഒന്നും പറയാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്തെങ്കിലും പറയുന്നത് എന്നുള്ള രീതിയിൽ. സംഗതി കറക്റ്റാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ലളിതമായിട്ടുള്ള വേറെ വേടുണ്ട്. ഇതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോട് മാന്യമായിട്ട് പെരുമാറുക. അതായത് ബി നൈസ്, NICE, ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്, ഇതാണ് നല്ല പേര്. ബി നൈസ്, ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾ അതിന് വളരെ കൃത്യമായ മറുപടിയാണ് പറഞ്ഞത്. യെസ്, ഓക്കെ. ഇനി ഞാൻ അല്ലാതെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, മറുപടി പറയാൻ പറ്റുമോ? ശ്രമിക്കാം. സ്മിത, ആർ യു റെഡി? ഓക്കെ, ശ്രമിക്കാം അല്ലേ? യെസ്, മതി, ശ്രമിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യെസ്, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന്റെ ആൻസർ നിങ്ങൾ പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരം W എന്നായിരിക്കും. W-ൽ തുടങ്ങുന്ന അക്ഷരമാണ് നിങ്ങളുടെ ആൻസറിൽ വരേണ്ടത്. W ഫസ്റ്റ്. രണ്ടാമത്തെ അക്ഷരം O ആയിരിക്കും, WO. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫിൽ ചെയ്തോളൂ. W and O. യെസ്, രണ്ടുപേർക്കും പറയട്ടെ ഉത്തരം. യെസ്. A fierce, FIERC, fierce animal that hunts, HUNTS, that hunts in pack, PSK, pack. A fierce animal that hunts in pack, PSK, pack. യെസ്, രണ്ടുപേരുടെ ഉത്തരം വരാത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ചോദ്യത്തിന്റെ അർത്ഥം പിടികിട്ടിയോ? ഇതാ പിടികിട്ടിയോ? നോക്കാം. എ ഫിയേഴ്സ്, ക്രൂരനായ, അനിമൽ, മൃഗം. ദാറ്റ് ഹൺസ്, വേട്ടയാടുന്ന മൃഗമാണ്. എങ്ങനെ? ഇൻ പാക്ക്, കൂട്ടത്തോടുകൂടി വേട്ടയാടുന്ന ഒരു മൃഗം ഏതാണ്? ഏതാണ്? കാട്ടിലുള്ള ഗ്രൂപ്പായിട്ട് വന്ന് ആക്രമിക്കുന്ന ഒരു മൃഗമുണ്ട്. കറക്റ്റ് ആൻസർ കേട്ടോ സ്മിത. അപ്പൊ സ്മിതക്ക് ഞാനിവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. സ്മിത ഊഫ് കേട്ടോ, WO ഒന്നില്ല അപ്പൊ അവിടെ. യെസ്, WOLF അല്ലേ? ഊഫ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ചോദ്യം. എ ഫീമെയിൽ ഹ്യൂമൻ ബീയിങ്. A female human being. Woman. Woman. അതെ. Woman എന്നല്ലേ പറഞ്ഞത് സ്മിത? കറക്റ്റ് ആൻസർ ആണ്, വുമൺ ആണ്.
അതായത് ഫീമെയിൽ ആയി, മെയിൽ ആണ് ഫീമെയിൽ ആയിട്ട് ഓപ്പോസിറ്റ്, അങ്ങനെയുള്ളൊരു മനുഷ്യജീവി ദാറ്റ് ഈസ് കോൾഡ് വുമൺ. അപ്പൊ ഡബ്ല്യു ആദ്യം വന്ന് പിന്നെ ഓയും വന്നു. കറക്റ്റ്. അടുത്തത് ആൻ ഇൻജുറി, INJURY, an injury which needs dressing, an injury which needs dressing, DRESSING. Wound. Wound is a correct answer. Very good, very good, very good. Wound, മുറിവ്. ഡ്രസ്സിംഗ് ആവശ്യമായിട്ടുള്ള പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് മുറിവ്. യെസ്. ഞാൻ ഇനി പറയുന്ന ഒരു മീനിങ് ആണ്. അതിന്റെ ഒരു അതേ മീനിങ് വരുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയണം. The value, VALUE, the value of something, the value of something. The value of something. WO-യിൽ ആരംഭിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. ആ വേർഡിന്റെ അർത്ഥമാണ് വാല്യൂ ഓഫ് സംതിങ് എന്നുള്ളത്. അടുത്ത വഴിക്ക് പറയാം. The value of something. Worth is a correct answer. Oh, very good, very good. ഞാൻ വിചാരിച്ചില്ല ഇത് പറയുമെന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. വർത്ത് ആണ്. WORTH, worth. Is a correct answer. അടുത്തത് ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ മതി. A religious practice. A religious practice. To honor, HONOUR, to honor God, GOD, God. I will repeat the question. A religious practice to honor God. Correct ഒന്നും അറിയില്ല. Worship. Is a correct answer. Correct ആണോ എന്ന് അറിയില്ല എന്നുള്ളതല്ല, അതാണ് കറക്റ്റ്. വർഷിപ്പ് കറക്റ്റ് ആണ്. A religious practice, മതപരമായ ഒരു പ്രാക്ടീസ്. To honor God, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ആരാധന. ആരാധന എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് വർഷിപ്പ്. യെസ്. അടുത്തത് a tiny creature. A tiny, TINEY, tiny creature you might find in fruit, FRUIT. A tiny creature that you might find in fruits, FRUITs. A tiny creature that you find in fruits, FRUITs. ഇല്ല സാറേ. അർത്ഥം പിടികിട്ടിയ സ്മിത? നോക്ക്. A tiny, ചെറിയ creature, ജീവി. That you might find, നിങ്ങൾ കണ്ടേക്കാവുന്ന ഒരു ചെറിയ ജീവി. In fruits, ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടേക്കാവുന്ന ഒരു ചെറിയ ജീവി. എന്താണ് സാധനം? കേടായ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? പുഴു. അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ കറക്റ്റ്.
പുഴു എന്നുള്ളത് ഇംഗ്ലീഷ് പറയുമ്പോൾ കറക്റ്റായി. ലാബിലൊക്കെ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ ഈ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെയൊക്കെ വരും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഫൈസൈ സ്കോർ ബോർഡ് ഈസ് ഓപ്പൺ. യെസ്, കറക്റ്റ് ആണ്. വോങ് ആണ്, WORM, വോ പുഴു. 2 ടൈപ്പ് പഠനങ്ങളുണ്ട്. ഒന്ന് ബേർഡ്സ് ഐ വ്യൂ, അടുത്തത് വേംസ് ഐ വ്യൂ. 2 ടൈപ്പാണത്. അപ്പൊ ഞാനിപ്പോ ആ വാക്ക് മുതൽ പറയുന്നതാണ്. ഒരു പക്ഷി ഒരു കാടിന്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോയെന്ന് വിചാരിക്കും. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ധാരാളം മരങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും വ്യക്തമല്ല. ധാരാളം എണ്ണം കൂടുതൽ കാണുന്നുണ്ട്, പക്ഷെ നോട്ട് ക്ലിയർ, ഒന്നും വ്യക്തമല്ല. പൊക്കം കുറഞ്ഞത്, പൊക്കം കൂടിയത്, ഇതൊക്കെ ധാരാളം കാണുന്നുണ്ട്, പക്ഷെ നോട്ട് ക്ലിയർ. അതിനെ പറയുന്ന പേരാണ് മാക്രോ. അതായത് പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ഒന്നിനെ കുറിച്ചും പക്കയല്ല. പല പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നു, ഒന്നിനും നമ്മൾ എക്സ്പെർട്ട് ആവുന്നില്ല. അതാണ് മാക്രോ എന്നുള്ളത്. രണ്ടാമത്തത്, ഒരു പുഴു ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഈ പുഴുവിന്റെ തൊട്ട് മുന്നിലുള്ള സംഗതി കറക്റ്റ് ആയിട്ട് പുഴുവിന് കാണാം. എന്താണ് ആ സംഭവം, എന്താണ് കൃത്യമായിട്ട് തൊട്ട് മുന്നിലല്ലേ. നേരെ മറിച്ച് ആ പുഴുവിന്റെ അപ്പുറത്തോ സൈഡിലൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റില്ല. തൊട്ട് മുന്നിലുള്ള സാധനങ്ങളെ കാണാം. അതാണ് മൈക്രോ സ്റ്റഡി. അപ്പൊ നമ്മൾ അധികം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല, ഒരെണ്ണത്തിനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. ആ ഒരെണ്ണത്തെ കുറിച്ച് പക്കയായിട്ട് പഠിക്കുന്നു. യെസ്, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പഠനം മാക്രോ സ്റ്റഡിയാണ്, മൈക്രോ സ്റ്റഡിയാണ്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അങ്ങനെ വലിയ അറിവൊന്നുമില്ല, കുറെ കാര്യം എത്ര ഉള്ളൂ. മറ്റേ ഒരു കാര്യം നമ്മൾ നോക്കിയിട്ടുള്ളൂ, ആ ഒരെണ്ണം നമ്മൾ പക്കയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പഠന രീതി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്, വെറുതെ ചോദിച്ചതാണ്, ഉത്തരവൊന്നും പറയണ്ട. ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. വേറെ എവിടെയെങ്കിലും നിങ്ങൾ ചോദിച്ചേക്കാം. യെസ്, അതിനെ പറയുന്ന പേരാണ് ബേർഡ്സ് ഐ വ്യൂ ആൻഡ് വേംസ് ഐ വ്യൂ. കറക്റ്റ് ആൻസർ. അടുത്തത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എർത്ത്, EARTH, എർത്ത് with all its countries and people. The earth with all its countries and people. Clear ആയില്ല സാറേ. എർത്ത്, EARTH, എർത്ത്, ഭൂമി. With all its countries, 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 and people, PEOPLE, people. Okay, ഭൂമി അതിലെ എല്ലാ രാജ്യങ്ങളോടും ആ രാജ്യത്തെ ജനങ്ങളോടും കൂടിയുള്ള അവസ്ഥയെ പറയുന്ന പേരെന്താ? ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പേരെന്താണ്? പൈസായി ആലോചിച്ച് നോക്കിയേ. വെരി സിമ്പിൾ. ഞാനിത് പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് പറയും. വേൾഡ്. വേൾഡ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വേൾഡ് ആണ്, WORLD, കറക്റ്റ് ആയില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഇത് പറ്റായിട്ടൊന്നുമില്ലല്ലോ അപ്പൊ. യെസ്, വേൾഡ്, ലോകമാണ്. അപ്പൊ അത് ലോകം. ലോകം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്താണ്? വേൾഡ്, WORLD, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രീസ്, മരങ്ങൾ. ട്രീസ് ആർ കട്ട് ഡൗൺ for its dash. Trees are cut down for its dash. Wood. It's a correct answer. For its
വുഡ് കറക്റ്റ് ആൻസർ ആണ്. വുഡ് കറക്റ്റ് ആൻസർ ആണ്. വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി. മരങ്ങൾ മുറിക്കുന്നത് അതിന്റെ തടിക്ക് വേണ്ടിയാണ്. വുഡ് ഇസ് എ കറക്റ്റ് ആൻസർ. അടുത്തത് the word 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 used to express excitement. The word used to express excitement. Wonderful. Wonderful. Okay. ഞാൻ മാർക്ക് തരാം, കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്, എന്നാലും കുഴപ്പമില്ല. യെസ്, പൈസായി വേറെ വല്ലതും പറയണ്ട. എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന ഒരു വേർഡാണത്. Wow. Wow. ആരാ പറഞ്ഞത്? Smita. സ്മിതല്ല. അപ്പൊ 2 മാർക്ക് തരും കേട്ടാ, 1 മാർക്ക്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാവ്. VOW. വാവ്. WOW. യെസ്, വാവ്. അത് കറക്റ്റ് ആണ്. അടുത്തത് a type of fabric. FABRIC. A type of fabric that comes from a sheep. A type of fabric that comes from a sheep. A type of fabric that comes from a sheep. Wool. Wool, അല്ലേ? ആ, അല്ല അതെ. പറഞ്ഞത്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കമ്പിളി എന്ന് പറയില്ലേ? കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. wool. അതായത് എ ടൈപ്പ് ഓഫ് ഫാബ്രിക്, നൂല്, ദാറ്റ് കംസ് ഫ്രം ഷീപ്പ്, ആടിൽ നിന്ന് എടുക്കുന്ന ആ നൂല്, അതാണ് wool. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു മൂവ്, ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന്റെ 1 വേർഡ് പറയാം. ടു മൂവ് അൺസ്റ്റഡിലി ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ്. To move unsteadily from one side to another side. And ഒരു 1 വേർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞതിന്റെ മീനിങ് ആണ് ഒരു 1 വേർഡ്. To move unsteadily from one side to other side. യെസ്, ഇതിന്റെ മീനിങ് പിടികിട്ടിയ? മീനിങ് പിടികിട്ടിയില്ല. യെസ്, അപ്പൊ നമുക്ക് അതിന്റെ മീനിങ്ങിലോട്ട് പോവാം. ടു മൂവ്, ചലിക്കുക. അൺസ്റ്റഡിലി, സ്റ്റഡി ആണെങ്കിലും നേരെ. അപ്പൊ അൺസ്റ്റഡിലി എന്ന് പറയുമ്പോഴും വളഞ്ഞു കുളഞ്ഞു പോവുക എന്ന് പറയില്ലേ, അതാണ് അൺസ്റ്റഡിലി. ടു മൂവ് അൺസ്റ്റഡിലി, വളഞ്ഞു പോവുക അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവുക. ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ്, ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകില്ലേ? യെസ്, അതിന് പറയുന്ന പേരെന്താണ്? എന്താ പറയാ? ഒരു പേരില്ലേ? വൈസായി ഇസ് എ കറക്റ്റ് ആൻസർ. വോബിൾ, WOBBLE. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പറയാൻ 2 പേര്
വളരെ കൃത്യമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു അറ്റംപ്റ്റിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോ ഫൈസയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സ്മിതക്ക് 8 പോയിന്റും ലഭിച്ചിട്ടുണ്ട്. യെസ്. അപ്പോ പോയിന്റ് കുറഞ്ഞു പോയിന്റ് കൂടി എന്നുള്ളത് എടുക്കേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ അങ്ങനെ 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടെൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. Thank you, sir. Okay. Thank you, sir. Okay.